ഹലോ! വീട്ടുമുറ്റത്ത് കാണുന്ന ഈ ഇല കൊണ്ട് ഇങ്ങനൊരു ലഡു ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ഇത് കണ്ടാൽ തന്നെ പരീക്ഷിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രുചികരവും വ്യത്യസ്തവുമായ വെറ്റില ലഡുവാണേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം 5 വെറ്റില നന്നായി കഴുകി വൃത്തിയാക്കുക. വെറ്റിലയുടെ കട്ടിയുള്ള ഞരമ്പ് നീക്കം ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാ പിന്നെ നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇനി 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് വെറ്റില നന്നായി അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പൊ ഞാൻ കാണിച്ചിട്ടില്ലേ, ഇതേപോലെ വേണം കിട്ടാൻ. ലഡു ആകുമ്പോൾ മധുരം വേണല്ലോ. അതിനുവേണ്ടി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. 1 കപ്പ് ചിരകിയ ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും മാലിന്യങ്ങളോ അല്ലെങ്കിൽ കരടുകളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കാം. അതിലേക്ക് കശുവണ്ടി, ഉണക്കമുന്തിരി ചേർത്ത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്ത് മാറ്റി വെക്കുക. അതേ പാനിൽ തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഏകദേശം 2 മിനിറ്റ് ഇളക്കുക. 2 മിനിറ്റ് ഇളക്കി വരുമ്പോഴത്തേക്കും ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു പരുവമാകുന്ന സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് ചെറിയ തീയിൽ തുടർച്ചയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതെ, നമുക്ക് വെറ്റിലയുടെ ഗുണങ്ങളൊന്ന് നോക്കിയാലോ? 1, ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. 2, ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ് 3-മത്തേത്. 4-മത്തേത് വായനാറ്റം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മിശ്രിതം ഒന്ന് കട്ടിയാകുമ്പോൾ അരച്ചു വെച്ച വെറ്റില പേസ്റ്റും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ്സിലൂടെ അറിയിക്കണേ. ഇനി നമുക്ക് നേരത്തെ വറുത്തു വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും കശുവണ്ടിയും ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. ഇളക്കി നമ്മുടെ മിശ്രിതം പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവ് ആകുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി ചെറുതായിട്ട് തണുക്കാൻ വെക്കാം. ഇവിടെ ഇപ്പൊ നല്ല മണം വരുന്നുണ്ടേ. കയ്യിൽ അല്പം നെയ്യ് പുരട്ടി ഇഷ്ടമുള്ള വലുപ്പത്തിൽ ലഡു ഉരുട്ടിയെടുക്കാം. അലങ്കാരത്തിനായി കുറച്ച് എള്ളോ പിസ്തപ്പൊടിയോ വിതറിയാൽ മതി കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഒരു ചെറിയ ടിപ്പ് പറയാവേ, സെർവ് ചെയ്യുന്നതിന് 20 മിനിറ്റോ 30 മിനിറ്റോ മുൻപായി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലഡു നന്നായി സെറ്റ് ആവുകയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.